ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ അപ്ഡേറ്റ്സിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 9 ബ്രസീലിയൻ താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അത് സാവീഞ്ഞോയാണ്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിക്കുന്ന ഈ താരം ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. സിറ്റിയോട് അനുമതി തേടുകയും ചെയ്തിട്ടുണ്ട്. ടോട്ടൻഹാം ഇപ്പോൾ സാവീഞ്ഞോക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. 60 മില്യൺ പൗണ്ടിന്റെ ഒരു ഓഫർ താരത്തിന് വേണ്ടി നൽകാനുള്ള ഒരുക്കത്തിലാണ് ടോട്ടൻഹാം ഇപ്പോൾ ഉള്ളത്. മാഞ്ചസ്റ്റർ സിറ്റിയിൽ വേണ്ടത്ര അവസരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ താരം അത് വിനീഷ്യസ് ജൂനിയർ ആണ്. ഇദ്ദേഹത്തെ നിലനിർത്താൻ തന്നെയാണ് റയലിന്റെ തീരുമാനം. താരത്തെ വിൽക്കാൻ റയൽ ഉദ്ദേശിക്കുന്നില്ല. താരം പുതിയ കരാറിൽ ഒപ്പുവെക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ വിനീഷ്യസ് ജൂനിയർ ആവശ്യപ്പെടുന്ന സാലറി അത് നൽകാൻ റയൽ മാഡ്രിഡ് തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഇനി മൂന്നാമത്തെ താരം അത് എൻട്രിക് ആണ്. റയൽ മാഡ്രിഡ് മുന്നേറ്റ നിരയിലേക്ക് കൂടുതൽ താരങ്ങളെ എത്തിച്ചിരുന്നു. മാത്രമല്ല ഗോൺസാലോ ഗാർഷ്യയെ നിലനിർത്താൻ മൊറീഞ്ഞോക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എൻട്രിക്കിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയില്ല. ചുരുക്കത്തിൽ ഒരു തവണ കൂടി എൻട്രിക്ക് ലോൺ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് വിടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇദ്ദേഹത്തെ സ്ഥിരമായി വിൽക്കാൻ റയൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നാലാമത്തെ താരം അത് ബ്രൂണോ ഗിമറസ് ആണ്. ബ്രസീലിയൻ താരമായ ഇദ്ദേഹത്തെ കൈവിടാൻ ന്യൂകാസൽ യുണൈറ്റഡ് ഇതുവരെ ഒരുക്കമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ നിലപാടിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആഴ്സണലുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഗണ്ണേഴ്സിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത്. അഞ്ചാമത്തെ താരം അലൻ, അതായത് പാൽമിറാസിന് വേണ്ടി കളിക്കുന്ന ബ്രസീലിയൻ വിങ്ങറാണ് അലൻ. 22 വയസ്സുള്ള ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആസ്റ്റൺ വില്ല ഒരു ശ്രമം നടത്തിയിരുന്നു. 30 മില്യൺ യൂറോയുടെ ഒരു ഓഫർ അവർ നൽകിയിരുന്നു. പക്ഷേ പാൽമിറാസ് അത് നിരസിച്ചു കഴിഞ്ഞു. താരത്തെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് ആസ്റ്റൺ വില്ലയെ അവർ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആറാമത്തെ താരം അത് വെസ്ലിയാണ്. അൽ നസറിന് വേണ്ടി കളിക്കുന്ന ബ്രസീലിയൻ പ്രതിഭയാണ് വെസ്ലി. ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി കൊറിന്ത്യൻസ് ശ്രമിച്ചിരുന്നു. പക്ഷേ അവർ പിൻവാങ്ങിയിട്ടുണ്ട്. അതേസമയം മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബായ ക്രുസൈറോ താരത്തിന് വേണ്ടി ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇനി ഏഴാമത്തെ താരം അത് വില്യനാണ്. ബ്രസീലിയൻ സീനിയർ താരമായ വില്യൻ നിലവിൽ ഗ്രിമിയോക്ക് വേണ്ടി കളിക്കുന്ന താരമാണ്. താരത്തിന്റെ കോൺട്രാക്റ്റ് ഈ വർഷത്തോടു കൂടി പൂർത്തിയാകും. ഈ കോൺട്രാക്റ്റ് പുതുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും വേണമെങ്കിൽ ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് പോകാമെന്നും ക്ലബ്ബ് ഇപ്പോൾ താരത്തെ അറിയിച്ചിട്ടുണ്ട്. ഇനി എട്ടാമത്തെ താരം അത് പൗലോ ഹെൻട്രിക് ആണ്. ബ്രസീലിയൻ റൈറ്റ് ബാക്ക് ആയ ഇദ്ദേഹം വാസ്കോക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഗ്രീക്ക് ക്ലബ്ബായ PAOK ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അത് അവർ നിരസിച്ചിട്ടുണ്ട്. മറ്റു ചില ക്ലബ്ബുകളിൽ നിന്നും ഓഫറുകൾ വന്നിരുന്നുവെങ്കിലും ഈ താരത്തെ കൈവിടാൻ വാസ്കോ തയ്യാറായിട്ടില്ല. ഒൻപതാമത്തെ താരം അത് റയാനാണ്. നിലവിൽ ലിവർപൂളിന് നല്ല ഒരു വിങ്ങറെ ആവശ്യമുണ്ട്. ബാർക്കോളയ്ക്ക് വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ ലഭിച്ചിട്ടില്ലെങ്കിൽ റയാന് വേണ്ടി ശ്രമിക്കാൻ ലിവർപൂൾ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബേൺമൗത്തിന് വേണ്ടിയാണ് റയാൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും അപ്ഡേറ്റുകളാണ് ബ്രസീലിയൻ താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.